ഒരു സെന്റിമെന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലേ അതവൾ ഉപയോഗിക്കും. ആ അതുവഴി എങ്ങനെയെങ്കിലും നവീന്റെ വീട്ടിൽ കയറി പറ്റാൻ അവളെ ശ്രമിക്കുകയും ചെയ്യും. ഞാൻ എന്തായാലും കീർത്തി ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. മോളെ ഇങ്ങെടുത്താ, നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അവരുടെ കണക്കൂട്ടലില് നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കല്ലേ? പിന്നെ ഇവിടുന്ന് വിളിച്ച എങ്ങനെ ഗാഥ? അല്ലെങ്കിൽ തന്നെ ഈ രണ്ട് കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നത് നീയും കീർത്തി അവളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാ. എങ്കിൽ പിന്നെ അതിലൊരു തെളിവ് ഞാൻ തന്നെ തരാന്ന് പറഞ്ഞ പോലെ ആവില്ലേ ഇത്? എന്റെ മോളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അതൊന്ന് ആലോചിച്ചിട്ട് വേണം. അതെങ്കിലും ഒന്ന് മനസ്സിലായിക്കൂടെ നിനക്ക്? സോറി, ഞാനതൊന്നും ആലോചിച്ചില്ല. ഗാഥ മാഡത്തിന്റെ ഫോൺ എങ്ങാനും കണക്ട് ആയിരുന്നെങ്കിലോ? ഇതിനുള്ളിലെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായേനെ. അല്ല, ഇപ്പൊ അവള് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ടോന്ന് എങ്ങനെ അറിയാനാ? ഞാൻ ആ മോളിക്കുട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അവളെ എടുക്കുന്നില്ല. അല്ലെങ്കിൽ എന്റെ കോള് കണ്ട് അവളെ എടുക്കില്ല. ആ ദുബായുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അവളുടെ കൂടെ നടക്കുന്ന ആ മറ്റവനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മോളെ ഇപ്പൊ അതൊന്നും വേണ്ട. കീർത്തിയെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല. പക്ഷെ ഇയാളെ വിളിച്ച എന്താ കുഴപ്പം? എന്താന്ന് വെച്ചാ ചെയ്. ഹലോ. ഞാൻ ഗാഥയാ. എന്താണാവോ? കൃഷ്ണ എവിടെയുള്ളത്? എന്തിനാ, കൊല്ലാനാണോ? നിന്നോടൊരു കാര്യം ചോദിച്ചാലേ അതിനുള്ള ഉത്തരം ഇങ്ങോട്ട് തന്നാ മതി. അവളെ രക്ഷപ്പെട്ടോ? ദേ, കൃഷ്ണയെ അങ്ങനെ അവസാനിപ്പിക്കാന്നൊന്നും നീ കരുതണ്ട. കൃഷ്ണയ്ക്ക് ഒരു കുഴപ്പമില്ല. ദൈവം അവളുടെ കൂടെയുണ്ട്. ദൈവം കൂടെ നിൽക്കേ, ചെകുത്ത സെലൂട്ട് അടിക്കേ, എന്താന്ന് വെച്ച ചെയ്തോട്ടെ. അവളെ ഇപ്പൊ എങ്ങോട്ടാ കെട്ടിയെടുത്തേന്നാ ഞാൻ ചോദിച്ചേ. നവീനോടൊപ്പം കൃഷ്ണ പോയത് ഇവൾ അറിഞ്ഞിട്ടില്ല. തൽക്കാലം അറിയിക്കാതിരിക്കുന്ന നല്ലത്. കൃഷ്ണ തങ്കേച്ചിയുടെ കൂടെയുള്ള. ദേ, പിന്നൊരു കാര്യം ഞാൻ പറയാം. കൃഷ്ണയെ തേടി ഇനി ഇങ്ങോട്ട് വരണ്ട. വന്നാ ചിലപ്പോ നീ നല്ല രീതിയിൽ തിരിച്ചു പോവില്ല. നിർത്തടി. നിന്റെയൊക്കെ ഭീഷണി ഞാൻ ഒരുപാട് കേട്ടതാ. എന്നോട് കളിച്ച എന്താ സംഭവിക്കാന്ന് അവരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാലോ. ദേ, നിർത്തിക്കോ. നിങ്ങൾ ആരെ ഈ ഭീഷണിപ്പെടുത്തുന്നേ? റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരാളെ വണ്ടി ഇടിപ്പിക്കാനേ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നീ നിന്റെ വീട്ടിൽ സുരക്ഷിതയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എന്റെ കയ്യിലൊരു കറിക്കത്തി എടുത്തു തന്നാലേ നിന്നെ കുത്തിക്കൊല്ലാൻ എനിക്കും പറ്റും. പിന്നെ അത് ഞങ്ങളുടെ സംസ്കാരം അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്ത. ദേ, എന്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ട് വീണ്ടും വീണ്ടും നിന്ന് മുറുമുറുക്കുന്നോ? മര്യാദയ്ക്ക് വെച്ചിട്ട് പോ. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കൃഷ്ണ അവരുടെ കൂടെ പോയില്ലേ? ഇനിയെങ്കിലും ഈ ആളുകളെ വിളിക്കുന്നതൊന്നും നിർത്തുവോ നീ? ഇനി ഞാൻ ആരെയും വിളിക്കുന്നൊന്നുമില്ല. അറിയാനുള്ളതൊക്കെ അറിഞ്ഞല്ലോ. കൃഷ്ണ നവീൻ്റെ ഒപ്പം പോയത് തൽക്കാലം ഗാഥ അറിയണ്ട.